കേന്ദ്ര സർക്കാരിനെതിരെ ട്രാക്ടർ മാർച്ചുമായി കർഷക സംഘടനകൾ. ട്രാക്ടർ മാർച്ച് പഞ്ചാബ്, ഹരിയാന, ശംഭു അതിർത്തിയിലേക്ക് പ്രവേശിച്ചു. കർഷകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ആദിൽ പാലോട് ചേരുന്ന വിശദാംശങ്ങളുമായി. അതിൽ കർഷകർ ഉറച്ചു തന്നെയാണ്, വലിയ രീതിയിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ശംഭു അതിർത്തിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് വിശദാംശങ്ങൾ? കർഷക സമരം അതിൻ്റെ വേറിട്ട രൂപങ്ങളിലേക്ക് കടക്കുകയാണ്. 3 തവണയാണ് ദില്ലി ചലോ എന്ന പേരിൽ 101 കർഷകർ കാൽനടയായി ദില്ലിയിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിക്കുകയും മാർച്ച് ഹരിയാന പോലീസ് തടയുകയും സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തത്. പിന്നീടുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ട്രാക്ടർ മാർച്ച് ഹരിയാനയുടെ വിവിധ മേഖലകളിൽ, ദേശീയപാതകളിലും സംസ്ഥാന പാതകളിലും തുടരുന്നത്. ശംഭു മേഖലയിലേക്ക് ഒരു വിഭാഗം കർഷകർ പ്രവേശിച്ചിട്ടുണ്ട്. പലയിടത്തും ട്രാക്ടറുകൾ നീണ്ട നിരയായി മാർച്ച് നടത്തുന്നതാണ് ഹരിയാനയിൽ നിന്നുള്ള കാഴ്ച. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ കോലം കത്തിക്കുന്ന പ്രതിഷേധത്തിലേക്കും കർഷകർ മാറിയിട്ടുണ്ട്. ഇതിനേക്കാൾ പ്രധാനപ്പെട്ട പ്രതിഷേധം എന്ന രൂപത്തിൽ മറ്റന്നാൾ ബുധനാഴ്ച പഞ്ചാബിലെ വിവിധ മേഖലകളിൽ സംസ്ഥാന വ്യാപകമായി തന്നെ ട്രെയിനുകൾ തടയാനുള്ള നിർദ്ദേശവും കർഷക സംഘടനകൾ കർഷകർക്ക് നൽകിയിട്ടുണ്ട്. ആ നിലയിൽ കർഷകരുടെ പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നില്ലെങ്കിൽ, കേന്ദ്ര സർക്കാർ ചർച്ച നടത്താൻ തയ്യാറാകുന്നില്ലെങ്കിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നതാണ് മുന്നറിയിപ്പ് കർഷകരുടെ. ഏതായാലും ഇന്ന് ട്രാക്ടർ മാർച്ചാണ് നടത്തുന്നത്. ട്രാക്ടർ മാർച്ചിൻ്റെ ഭാഗമായി 100 കണക്കിന് ട്രാക്ടറുകളാണ് കർഷകർ മാർച്ചുമായി രംഗത്തിറങ്ങിയത്. പ്രധാനമന്ത്രിയുടെ കോലം കത്തിക്കുന്നു. 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഇനി ഇതിനേക്കാൾ വലിയ രൂപത്തിലുള്ള പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകുമെന്ന് കർഷക സംഘടനകൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. വിനീത, ശരി, ആദിൽ പാലോടാണ് വിശദമായ വിവരങ്ങൾ നൽകി.